ശരി നടാ. വാഴുന്നിടം വിലക്ക് മേടിക്കാൻ മുതലാളി അഡ്വാൻസ് കൊടുത്തു എന്ന് കേട്ടു. കേട്ടത് ശരിയാ. എന്താ? മണ്ടത്തരമായി പോയി. പ്രമാണം ഒന്ന് വായിച്ചു നോക്കാൻ മേലായിരുന്നോ? അതിലിപ്പോ എന്താ കുഴപ്പം? പ്രമാണത്തിൽ കുരുക്കൊണ്ട് രജിസ്ട്രേഷൻ നടക്കില്ല. താൻ കാര്യം എന്താണെന്ന് പറയടോ. കോപ്പി കയ്യിലിരിക്കല്ലേ, അങ്ങോട്ട് കൊടുക്കടോ, വായിച്ചു നോക്കട്ടെ. ഉദയന്നൂർ താലൂക്കിലെ സകല വസ്തുക്കളുടെയും പ്രമാണങ്ങളുടെയും വള്ളിപുള്ളി വരെ അച്ചായന് കാണാ പാടവാ. മുതലാളി ആ വരയിട്ട ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ, എന്നിട്ട് പറ ആധാരം നടക്കുമെന്ന്. ചതിയാ, ചതി. ആ വക്കീല് നമ്മളെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. കൊടുത്ത അഡ്വാൻസ് എത്രയും പെട്ടെന്ന് തിരിച്ചു മേടിച്ചോ, ഇല്ലെങ്കിൽ അതും സ്വാഹ. ഇങ്ങനെ ഒരു കുരുക്ക് പ്രമാണത്തിലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. വക്കീലിന്റെ വേഷം കെട്ട് കോടതി മതി. ഒരുപാട് കള്ളക്കളിയെ കണ്ടും കളിച്ചും തന്നെയാ ഞാൻ ഈ നിലയിലെത്തിയത്. വളരെ മോശമായി പോയി. സാധാരണ ഒരാളായിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. യു ആർ എൻ അഡ്വക്കേറ്റ്. തെറ്റുപറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടായിരുന്നു. ഹരിസാറിനെ പോലൊരു ലീഡിംഗ് അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആണല്ലോ എന്ന് കരുതി വിശ്വസിച്ചതുകൊണ്ടാണ് പ്രമാണം പോലും വായിച്ചു നോക്കാതെ രൂപ എണ്ണി തന്നത്. കാമുകിയുടെ അപ്പനെ കടക്കാരിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ ചതിക്കണോ? വിടത്തില്ല ഞാൻ. കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമേ വാടുന്നിടം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടുള്ളൂവെന്ന് പ്രമാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രമാണം വായിച്ചു നോക്കാതിരുന്നത് എന്റെ തെറ്റ് തന്നെ. ഐ എം സോറി സർ. കുറ്റസമ്മതം നടത്തിയൊന്നും മാത്രം പരിഹാരമാകുന്നില്ല. മത്തായി ചതിക്കാമെന്നുള്ള പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എനിക്കെന്റെ പണം തിരിച്ചു കിട്ടണം, പലിശ സഹിതം. ആരെയും ചതിക്കണമെന്ന് മനസ്സുകൊണ്ടുപോലും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച നിനക്കും മാനഹാനി, പൊറുക്ക. ഒക്കെ എന്റെ ജന്മദോഷം. പണയം വയ്ക്കാനും വിൽക്കാനും മാത്രമേ കാരണവന്മാർ സമ്പാദിച്ചു തന്ന സ്വത്തുക്കളുടെ രേഖകളിൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ളൂ. തൊടുമ്പം പൊള്ളല, കൈക്കും മനസ്സിനും. ഉള്ളടക്കം വായിക്കാറില്ല. അതാ സത്യം. ഇന്നാ ഞാൻ ഈ വിവരം അറിയുന്നു. ഇങ്ങനെ ഒരു ആധാരക്കുരുക്കുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ബാങ്കിൽ അടയ്ക്കാനുള്ള പണവും കൊണ്ടിറങ്ങിയപ്പോഴാ കോവുന്ന പിള്ള ഈ കാര്യം വന്ന് പറയുന്നത്. ഇതിപ്പം മുഴുവൻ തുകയുമില്ല. ബാക്കി പണം ഞാൻ എങ്ങനെയും തിരിച്ചു തരും, പലിശ സഹിതം. കുറച്ചു ദിവസത്തെ സാവകാശം തരണം. ജീവിതത്തിൽ ഇതുവരെ ആരും ചതിച്ചിട്ടില്ല, ചതിക്കുകയില്ല. ഇവിടെ ഞാനൊരു കൊനഷ്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടെ പിള്ള ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ. അയ്യോ, കാരണവപ്പാട് വന്നാട്ടെ. കാരണവപ്പാട് ഈ പെടാപ്പാട് വേണ്ട വല്ല കാര്യവും ഉണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെ അറിയിച്ച അടിയനെ അങ്ങോട്ട് വന്ന് മുഖം കാണിക്കില്ലേ? ഇരുന്നോട്ടെ. വാഴുന്നിടം ജപ്തി ചെയ്യാൻ പോന്നു. അയ്യോ, കൊഞ്ചുമത്തായിയുടെ കയ്യിൽ നിന്ന് മേടിച്ച അഡ്വാൻസ് അങ്ങ് ബാങ്കിൽ അടയ്ക്കാമായിരുന്നല്ലോ, ജപ്തി ഒഴിവാക്കാമായിരുന്നല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് പരിഹസിക്കരുത്. എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. മാനം രക്ഷിക്കാനാ. പണം തന്നെ സഹായിക്കണം. വാഴുന്നിടം വിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ വാങ്ങാൻ ആളുണ്ട്. എങ്ങനെ? എന്ത് പറയുന്നു? കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമേ വസ്തു കൈമാറ്റം ചെയ്യാവുന്ന പ്രമാണത്തിൽ പറയുന്നു. അന്നാമോ, അങ്ങനെ മതി. കുടുംബത്തിലുള്ള ആർക്കെങ്കിലും കൈമാറ്റം ചെയ്താൽ മതി. താൻ എന്റെ കെട്ടിയോളെ കണ്ടിട്ടുണ്ടോ അന്നാമ്മേ? ആ, നീ വന്നാട്ടെ. ഇതാണ് അന്നാമ്മ, ശരിക്കും കണ്ടോ? ഈ നിൽക്കുന്ന അന്നാമ്മ പണ്ട് വാഴുന്നിടത്ത് പുറംപണിക്ക് വന്നിരുന്നു. അന്ന് അന്നാമ്മയുടെ സൗന്ദര്യം കണ്ട് കാർന്നോപ്പാടിന് ഇവളോട് ഭ്രമം തോന്നുകയും അങ്ങനെ ആ വകയിൽ കാർന്നോപ്പാടിന് അന്നാമ്മയിൽ ജനിച്ച മകനാണ് യോഹിച്ചൻ. എന്ത് തോന്നിയ കാര്യമാണ് ഈ പറയുന്നേ? കേട്ടോണ്ട് നിന്നാ മതി, അഭിപ്രായം പറയണ്ട. വിനാശകാലേ വിപരീത ബുദ്ധി. അങ്ങനെ ജോയിച്ചൻ തന്റെ മകനാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട്
കാരണോപ്പാട് വാഴുന്നിടം അയാൾക്ക് എഴുതി കൊടുക്കുന്നു. ജോയിച്ചെന്ന് എന്റെ മകനാണെന്ന് താൻ ഗസറ്റിൽ പരസ്യപ്പെടുത്തണം. അത് ശരി വെച്ചുകൊണ്ട് അന്നാമ്മയും പരസ്യം കൊടുക്കും. അപ്പൊ ജോയിച്ചന്റെ അപ്പൻ കാരണോപ്പാടാണ്. ഇനി നിങ്ങൾ അപ്പനും മോനും തമ്മിൽ കൊടുക്കോ വാങ്ങോ എന്താണെന്ന് വെച്ചാ ചെയ്തു. എന്താ വല്ല എതിർപ്പുണ്ടോ? മോഹം കണ്ടിട്ട് എതിർപ്പില്ല എന്നാ തോന്നുന്നേ. എതിർക്കില്ല, എനിക്കറിയാം. കാരണോപ്പാട് ധൈര്യമായിട്ട് വയ്ക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ അവിടെ നിന്നേ. പിന്നൊരു കാര്യം, രജിസ്ട്രേഷൻ നടക്കുന്ന അന്ന് അവിടുന്ന് ഇറങ്ങി തരണം. ജനിച്ചു വീണ നാള് മുതല് ഈ നിമിഷം വരെ നിങ്ങളെ ഞാൻ അപ്പാന്നാ വിളിച്ചേ. ഇനി എന്തോ വിളിക്കണം? ചോദിച്ചാ അപ്പന് നാണമുണ്ടോ? സ്വന്തം മകൻ മറ്റൊരാളുടെ മകനാണെന്ന് രേഖ ഉണ്ടാക്കി വസ്തു വാങ്ങാൻ? നിർത്തടാ നായേ, നീ എന്റെ മകനാണെന്ന് എന്താടാ ഉറപ്പ്? നിന്നെ പറ്റി അമ്മച്ചി പറയുന്നു നീ കാരണോപ്പാടിനുണ്ടാകാണെന്ന്. അല്ലെന്ന് തെളിയിക്കാൻ നിന്റെ രേഖ വല്ലതും ഉണ്ടോ? ശരിയാ, ജോയ് മോൻ അച്ചായന്റെ ഷേപ്പേ ഇല്ല. നിർത്തണം. അതെ പോകത്ത്. എന്നാൽ ഇത്രയും കുഴിഞ്ഞ ബുദ്ധി. നിനക്ക് പോവാം. ഇത്രയും വേണോ? ഞാനൊരു പഴിച്ചവളാണെന്ന് ഇത് ഞാൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എടീ മണ്ടി, ചോദിച്ച നമ്മുടെ മകനല്ലെന്ന് കേസറ്റി പരസ്യം ചെയ്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുവോ? അവൻ നമ്മുടെ മോനല്ലാണ്ടാകുവോ? പകരം നമുക്ക് കിട്ടുന്ന ലക്ഷ്യങ്ങളാ ഇതൊക്കെ. വലിയവന്മാരുടെ വീട്ടിൽ നടക്കാറുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാ. എന്തെങ്കിലും കാണാതെ നിന്റെ അച്ചായൻ കാല് വെക്കോടി അന്നക്കുട്ടി. യോഗേശ്വരി യോഗ ഭയങ്കര സകല ആകർഷ ആകർഷ നിങ്ങൾ കാറി കയറിക്കോളൂ. ആചാരം തെറ്റിക്കണ്ട. വിഗ്രഹവും വിളക്കും കൊണ്ട് ഞാൻ നടന്നെത്തിക്കൊള്ളാം. ഇവരൊക്കെ പോട്ടെ, ഞാൻ അച്ഛനോടൊപ്പേ ഉള്ളൂ. താക്കോല് വെണ്ടറേപ്പിച്ചേക്കൂ. അച്ചായനോടൊപ്പം നിന്ന് വേദനിപ്പിക്കുന്ന പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോഹനം പിള്ള അല്ല അതൊക്കെ പറഞ്ഞത്. വെണ്ടർ ഡാനിയലിന്റെ ശിഷ്യനും ആശ്രിതനുമാണ്. ഓർക്കണം. സാരല്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാലം കെട്ടാല് കൽവിളക്കം തെറ്റിച്ചു. പുതിയ വീട് വരെ ഞാനും വരാം. വേണ്ട, ദീപം കെടണ്ട കുട്ടി. അച്ചായൻ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ട് കുഴിച്ചു മൂടും? വായി നോക്കി നിൽക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? പിറന്നു വീണ അന്ന് പോലും ഉറങ്ങിക്കഴിഞ്ഞിട്ടേ അച്ചായൻ ഇവന്റെ മുഖത്ത് നോക്കിയിട്ടുള്ളൂ, ഞാൻ പോലും കാണാതെ. എന്റെ നിധിയാടി അവൻ. ഭൂതം നിധിയാക്കുന്ന പോലെ ഞാൻ അവനെ സംരക്ഷിക്കുന്നത്. എന്റെ സ്വത്തും സ്വപ്നവും എല്ലാം അവനാ. അപ്പന്റെ ഈ സ്നേഹം മോൻ അറിയുന്നുണ്ടോ? അറിയരുത്. അപ്പന്റെ സ്നേഹം മക്കൾ അറിയരുത്. സ്നേഹം നമ്മുടെ മനസ്സിലാ. അത് മക്കള് കാങ്ക പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാ അവർ പരിച്ചു പോവും. ഏതെങ്കിലും ഒരപ്പം മക്കളെ ഇങ്ങനെ സ്നേഹിക്കോടി? ഇല്ല.
അവന് വേണ്ടി ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഒന്ന് കാണണം എന്നമ്മേ. സൂര്യൻ ഉദിച്ച പോലാ. വേണ്ട, അമ്മായിയമ്മയുടെ പോരും ഭരണവും വല്ലോ എന്റെ മരുമോളെടുത്തെടുത്താവുണ്ടല്ലോ, വിവരം അറിയും. അങ്ങോട്ടൊന്ന് ഉറങ്ങട്ടെ. ഞാൻ ജോയി മോന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോ നീ എന്താടി ഒന്നും മിണ്ടാഞ്ഞേ? അവൻ ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട. പിന്നെ എപ്പോ വേണമെന്നാ? ഞാനോ കെട്ടിയത് മൂത്ത് നരച്ചിട്ടാ. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ അവൻ സൂഹിക്കേണ്ടത്. അതിനവൻ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിക്കേട്? പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളാര്. അവനോട് ആലോചിക്കാതെ നിങ്ങൾ എന്നാത്തിനാ വാക്ക് കൊടുത്തേ? നീ അവനെ പ്രസവിച്ച് അവനോട് ആലോചിച്ചിട്ടാണോടി? ജോയി, നിനക്ക് കല്യാണം വേണ്ടെന്ന് നീ പറഞ്ഞു. എന്നിട്ട് നീ എന്നാ അച്ഛൻ പെട്ടതിന് പോവാ? ഇഷ്ടംപോലെ സ്വത്തുക്കളും കാണാൻ ചന്തമുള്ള ഒരു പെണ്ണിനെ അങ്ങോട്ട് ഏൽപ്പിച്ചേരാ. എന്നിട്ട് വന്നു കയറുന്ന പെണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ. 2 എണ്ണം വീശി കഴിയുമ്പോ അപ്പച്ചന്റെ ചെലവിൽ ആരോടാ പെണ്ണും പിള്ളെ പോറ്റുന്നത് എന്ന് ചോദിച്ചെന്നെ ആക്ഷേപിക്കാനല്ലേ? വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ട. അങ്ങനെയൊന്നും അപ്പച്ചൻ പറയത്തില്ല. പൗലോയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. അതങ്ങ് മാറ്റി പറഞ്ഞേക്കണം. വീട്ടിത്തറ ചാണ്ടിക്കുഞ്ഞിന്റെ മോനാ ഞാൻ. വാക്ക് മാറ്റി പറഞ്ഞ് ശീലമില്ല. എങ്കിൽ പിന്നെ പെണ്ണിനെ അപ്പം തന്നെ കെട്ടിക്കോ. എന്നതായി കാണിക്കുന്നേ? അറിയില്ല നിനക്കെന്നെ? അറിയാം, എല്ലാം അറിയാം. ഈ പിതൃത്വം പോലും ഓർക്കാപ്പുറത്ത് എനിക്ക് കിട്ടിയ ഒരു അടിയാണെന്ന്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി.